എന്നാൽ കേരളത്തിൽ നടക്കില്ല എന്ന് കരുതി ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു ഭാഗത്ത് നാഷണൽ ഹൈവേ, ഇതാ ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോൾ ഇന്നലെ 2-3 ദിവസം മുമ്പ് ഞാനൊരു വരവ് ഇവിടെ വന്നിരുന്നു. വെള്ളൂരിലൊരു വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാനെന്തോ ആലോചിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ വെള്ളൂർ എത്തിയിരിക്കുന്നു. അതങ്ങനെ അത്രയും സമയം ഇപ്പോൾ വേണ്ടതുള്ളൂ. അന്ന് ഞാൻ വീട്ടിൽ നിന്നാണ് വന്നത്, എന്നിട്ടും വെള്ളൂരെത്താൻ വലിയ സമയം എടുത്തില്ല. ഇപ്പോൾ പീക്കോടെത്താനും അതേ നില തന്നെ. ഇന്നലെ ശശീന്ദ്ര മിനിസ്റ്ററിനോട് പറഞ്ഞു, നിങ്ങൾ നേരത്തെ വരപ്പണ്ട, നിങ്ങൾക്കാവുമ്പോൾ 40 മിനിറ്റേ വേണ്ടി വരൂ എന്ന്. എന്നാലും ഞാൻ കുറച്ച് സമയം കണക്കാക്കി തന്നെ പുറപ്പെട്ടു. പഴയ റോഡുകളെല്ലാവരും ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ആകെ പൂർത്തിയായാലുള്ള നാഷണൽ ഹൈവേയുടെ സ്ഥിതി ആലോചിച്ച് നോക്കൂ. അതിന്റെ സംഭവങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. ഇത് 2016 LDF സർക്കാർ എല്ലാ അധികാരത്തിൽ വന്നതെങ്കിൽ 2021 അതിന് തുടർച്ചയുണ്ടായില്ല എങ്കിൽ ഈ രീതിയിൽ പൂർത്തിയാകുമായിരുന്നോ? ഏതാനും നാട് കഴിയുമ്പോൾ ഈ റോഡാകെ നല്ല സുന്ദരമായ റോഡുകളായി പൂർണ്ണതയിലേക്ക് എത്താനല്ലേ പോകുന്നത്. നമ്മുടെ ഗെയിൽ പൈപ്പ് ലൈൻ, അതിലൂടെ ഗ്യാസ് ഇപ്പോ പ്രവഹിക്കുകയാണ്. സിറ്റി ഗ്യാസ് പദ്ധതിയുടെ ഭാഗമായി അടുക്കളയിൽ ഗ്യാസ് എത്തുന്ന നില വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ എടമൺ കൊച്ചി റോഡ് ഹൈവേ, അത് വഴിക്കിട്ടു പറഞ്ഞതായിരുന്നു, അതും പൂർത്തിയാക്കാനായി. ഒരു ഭാഗത്ത് മലയോര ഹൈവേ, വേറൊരു ഭാഗത്ത് തീരദേശ ഹൈവേ. ഇതിനിടയിൽ തന്നെ കോവളത്ത് നിന്ന് ബേക്കൽ വരെ എത്തുന്ന ജലപാത. കേരളം ഏത് രീതിയിലാണ് മാറാൻ പോകുന്നത്? നമ്മുടെ നാടിന്റെ മാറ്റം ആരെയും കൊതിപ്പിക്കുന്ന പ്രകൃതി ഭംഗിയുള്ള നാടാണ് കേരളം. എന്നാൽ അതിനോടൊപ്പം പശ്ചാത്തല സൗകര്യം വലിയ തോതിൽ വികസിക്കുന്ന നില വന്നിരിക്കുന്നു. ക്ഷേമ പെൻഷൻ 600 രൂപ നേരത്തെ, 18 മാസം കുടിശ്ശിക. 2016 ഈ കഴിഞ്ഞ ഗവൺമെന്റ് LDFന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യമെടുത്ത തീരുമാനം ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കൽ. ഇപ്പോഴ് 1600, 60 ലക്ഷം പേർക്ക്. ഇതെല്ലാമല്ലേ നാടിന്റെ അനുഭവം? എല്ലാ മേഖലയും മാറിയില്ലേ? വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം, ഉന്നത വിദ്യാഭ്യാസ മേഖല, ഏത് രീതിയിലുള്ള മാറ്റം? കാർഷിക രംഗത്തുണ്ടായ അഭിവൃദ്ധി എത്ര വലുത്? നമ്മുടെ നാടിന്റെ നെൽവയലിന്റെ വിസ്തീർണം വളരെ വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു. ഇവിടെ കിടപ്പാടം സ്വപ്നം കണ്ടിരുന്ന ആളുകൾക്ക് ലൈഫ് മിഷനിലൂടെ 4.5 ലക്ഷത്തിലധികം വീടുകൾ ഇപ്പോ കൊടുത്തു കഴിഞ്ഞു. 5 ലക്ഷത്തിലേക്ക് പെട്ടെന്ന് എത്താൻ പോവുകയാണ്. പട്ടയം 4 ലക്ഷത്തോളം പട്ടയം നമ്മുടെ സംസ്ഥാനത്ത് കൊടുത്തു കഴിഞ്ഞു. ഇതെല്ലാം ഈ കാലയളവിൽ പ്രാവർത്തികമാക്കിയതാണല്ലോ. എല്ലാ രംഗവും, ഏത് രംഗമെടുത്താലും മാറ്റത്തിന്റെ, പുരോഗതിയുടെ ചിത്രം മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ഇതിന് എല്ലാം നമുക്ക് കഴിഞ്ഞത് നാടിന്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവുമാണ്. അതിന്റെ ഭാഗമായാണ് ഈ തരത്തിൽ പുരോഗതി നേടാൻ കഴിഞ്ഞത്. ഇതോടൊപ്പം കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ കേരളത്തിന്റെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് അതിനെ എതിർക്കാൻ ബാധ്യതപ്പെട്ടവരാണ് കേരളത്തിലെ പ്രതിപക്ഷം. പക്ഷേ അവരും കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. കേരളത്തിന്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ ബാധ്യതപ്പെട്ട കേരളത്തിലെ മാധ്യമങ്ങളിൽ ഏറിയ പങ്കും നിർഭാഗ്യവശാൽ കേന്ദ്രത്തിനോടൊപ്പം നിന്ന് ഇടതുപക്ഷ വിരോധവും LDF വിരോധവും വെച്ചുകൊണ്ട്
നിലപാടെടുക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. നമുക്ക് തകരാൻ പറ്റില്ല. നമ്മുടെ നാടിന് ഇനിയും പുരോഗതി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. നവകേരളത്തിന്റെ യാത്രയിലാണ് നാം. ഒരുപാട് പുരോഗതികൾ നാം നേടിയിട്ടുണ്ട്. എണ്ണി എണ്ണി പറയാനുള്ള നാഴികക്കല്ലുകൾ ആ പുരോഗതിയുടെ ഭാഗമായി കാണാൻ കഴിയും. ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് പറയാത്തതാണ്. ഇനിയും അത് തുടരേണ്ടതായിട്ടുണ്ട്. ആ കാര്യത്തിൽ ഇതേവരെ നൽകിയതുപോലുള്ള സഹകരണവും പിന്തുണയും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ആഘോഷ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിറഞ്ഞ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ.